വല്ലാത്ത പൊന്നാൻ്റെ ചെങ്ങന്മാർ അങ്ങനെ അത് പായ ഇടലൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് പിന്നെ പായൊക്കെ ഇട്ട് സാറാക്കി. ഇനി നമ്മളെ മറ്റാൾ വിളിച്ചത് ഞാൻ പറഞ്ഞല്ലോ, കെട്ടുന്ന ആളെ വിളിക്കണം. മുപ്പർക്ക് 200 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ കെട്ടിത്തരും. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ 400, 500, 1000 ഒക്കെ ചോദിക്കും. കാരണം നമ്മൾ ഒറ്റക്കടന്ന് കണ്ടു കഴിഞ്ഞാൽ ഓല് അങ്ങനെ ചോദിക്കും. ആളെ വിളിച്ചു, ആളെ മുപ്പര് ഒരു ഹിന്ദിക്കാരുണ്ട്, നമ്മളെ നല്ല സ്വഭാവമാണ്. മുപ്പര് വന്ന് 200 ഉറുപ്പ്യ കൊടുത്താൽ മതി. ചില സ്ഥലത്ത് അത് പിന്നെ 250 മേടിച്ചും. അതൊന്നും കുഴപ്പമില്ല. ഒറ്റക്കാകുമ്പോൾ സ്വാഭാവികമായിട്ട് 200 ഉറുപ്പ്യ എന്നൊരു കൂടുതലല്ല, മനസ്സിലായോ? അപ്പോൾ ഈ 230 സാറായിട്ട് കെട്ടി നമ്മൾ ആ തലക്കെട്ട് കെട്ടിയാൽ പിന്നെ പായ് മടക്കുക എന്നുള്ളതാണ്. ക്യാബിൻ്റെ അവിടെ കെട്ടി കഴിഞ്ഞാൽ 2 പായ് മടക്കിയിട്ട് 2 പായ് കംപ്ലീറ്റ് മടക്കി മൂപ്പരെന്താക്കും ഇനി ആ ഭാഗത്തും കൂടി ഇതൊക്കെ ശരിക്കും മടക്കി വെക്കണം. മടക്കി വെച്ച് പായ് കെട്ടണ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ ഒന്ന് എടുത്തെന്ന് മാത്രം, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ കുറേ ആളുകൾ ഇന്നലെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല, കുറേ ആളുകൾ പിന്നെ വേറെ വ്ളോഗുകാരെ പിന്നെ ഇതാക്കി, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവരെ മോശക്കാരാക്കണം എന്നല്ല. ഇത് ഒന്നും അറിയാത്ത ആളുകൾ ഈ ഫീൽഡിലേക്ക് വന്ന് അവർ വാടക നിശ്ചയിച്ച് ശരിക്കും ഈ ബ്രോക്കർമാർ വേണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ചില ബ്രോക്കർമാർ എന്ത് ചെയ്യും, ഇടത്തട്ട് തട്ടും. ഇപ്പോൾ 40,000 അല്ലെങ്കിൽ 1,00,000 രൂപ വാടകകളിലും. കാരണം എനിക്കൊരു നല്ലൊരു അനുഭവമുണ്ട്. ബോംബെയിൽ നിന്ന് പിന്നെ എറണാകുളത്ത് നിന്ന് ബോംബെക്ക് ലോഡ് പറഞ്ഞു 75,000 റുപ്യ ലോഡ് പറഞ്ഞു. ഒരു ട്രാൻസ്ഫോമർ കൊണ്ടുപോകാനായിരുന്നു, 3 വണ്ടി വേണ്ടിയിരുന്നു. അങ്ങനെ പെരുമ്പാവൂരുള്ളൊരു ട്രാൻസ്പോർട്ടുകാരൻ ഈ ലോഡ് വന്ന് ലാസ്റ്റ് എന്താക്കി പിന്നെ പേഴ്സണലായിട്ട് വേറൊരാളിനോട് വിളിച്ചു, നിങ്ങളെ വണ്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇവിടെ എറണാകുളത്തുണ്ട് എന്ന്. അപ്പോൾ ഇതിന് വാടക എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു ഞാൻ പറഞ്ഞു 75,000 റുപ്യക്കൊന്നും ഏട്ടാ പോകാൻ കഴിയില്ല, കാരണം നടക്കൂലായിരുന്നു. അതിനാ 75,000 അല്ല. അപ്പോൾ ചോദിച്ചാൽ എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ 1,00,000 റുപ്യാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 1,00,000 റുപ്യ പറഞ്ഞത് ഈ ബ്രോക്കർ കാരണം ഈ പരമനാറി തെണ്ടി അങ്ങനെ തന്നെ പറയും ഞാൻ. കാട്ടിക്കാൻ തരങ്ങൾ 1,00,000 അല്ല, അതിനകത്ത് 25,000 കാട്ടും. അങ്ങനെ 3 വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്രയായി? 75,000 റുപ്യ. അപ്പോൾ ഓൻ്റെ ലാഭം 3 വണ്ടിയുടെ ലാഭമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 3 വണ്ടിക്ക് പിന്നെ അതിൻ്റെ കമ്മീഷൻ വേറെയും കൊടുക്കണം. ആ മൂപ്പരെ പണി നോക്കണം നിങ്ങൾ. മൂപ്പരൊക്കെ എന്താ പറയുക, പിന്നെ അരിഞ്ഞ് തള്ളണം. അമ്മാര് ടീമാണോ ഒക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ചില ബ്രോക്കർമാർ നല്ല ഇടത്തട്ട് തട്ടും. ഇടത്തട്ട് തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാമ്പൽ ചാമ്പും. വാടക നോക്കുമ്പോൾ തോന്നിയ മാതിരി വാടക. അപ്പോൾ ബ്രോക്കർമാർ ശരിക്കും വേണം, ഇല്ല എന്നല്ല അല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് സംസാരിക്കാമല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് അവരോട് പറയാം, നിന്നെ വാടകക്കാണല്ലോ വന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ലോഡ് എടുക്കുന്ന ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. കാരണം പല ആളുകളും ഡയറക്റ്റ് ലോഡ് എടുത്ത് തോന്നിയ മാതിരി വാടക. അപ്പോൾ ഞാൻ പറയാം, ഈ ലോഡ് ഞാനെടുത്തിരുന്നു. ഈ ലോഡ് എന്നുള്ളതല്ല, ഇപ്പോൾ എല്ലാവരും ഒരു വിധപ്പെട്ട ആളുകളൊക്കെ 8 വർഷം മുൻപ് ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് തന്നെ 5.5 കൊല്ലം, ഈ വണ്ടി എടുത്തിട്ട് 5.5 കൊല്ലം. അതിന് മുൻപ് ഓടിയെന്ന് വെച്ചാൽ 10 വർഷം മുമ്പ് ഞാൻ പിന്നെ ഇതിനകത്ത് പാലക്കാട് ഓടിയിരുന്ന സമയത്ത് 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന അതേ വാടകയ്ക്കാണ് ഇന്നും പിന്നെ ലോഡുകൾ പോയിരുന്നത്. ഇന്നും അതേ വാടകയ്ക്കാണ്. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള ആളുകൾ പിടിച്ചുപറി വേറെ അന്യ സംസ്ഥാനങ്ങളിൽ പിടിച്ചുപറി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വേറൊരു പിടിച്ചുപറി. പിന്നെ നികുതി ഇനത്തിൽ വലിയൊരു ശതമാനം നികുതി ഇനത്തിൽ ഇവിടെ വലിയ വലിയ ഡയലോഗ് അടിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ലാഭമുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട്. ഇവരൊക്കെ കർണാടകയും തമിഴ്നാടും വണ്ടി രജിസ്റ്റർ ചെയ്ത് കണ്ടാണ് ഓടുന്നത്. മനസ്സിലായോ? ഇവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് ഇനത്തിൽ അവർക്ക് നല്ലൊരു കിട്ടുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് മനസ്സിലാവണില്ല എന്ന് മാത്രം. എന്തോ ആയിക്കോട്ടെ, അത് അങ്ങനെ കുറേ പിന്നെ എന്താ പറയുക, പിന്നെ അന്തല്ലാത്ത ടീമുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് മുതലാവായിട്ടും പിന്നെ എന്താ ചെയ്ത് ഓടണമെന്ന് വെച്ചാൽ, മുതലാവായിട്ടും എന്തെങ്കിലും ഒരു കൂലിപ്പണി, മനസ്സിലായി, അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു കൂലി വെക്കും, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് കെട്ടി പിന്നെ ഇത് കണ്ടങ്ങൾ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാൽ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടില്ല, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. മനസ്സിലായോ? കാരണം ഈ വാടക വന്ന് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വ്ളോഗ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ അതിന് ഇനിയും വിമർശിക്കും ഞാൻ. വ്ളോഗ് ഓലിക്ക് അത് കിട്ടിയാൽ മതി, 10 ദിവസം ലൈന് പോയാൽ മതി. അത് കിട്ടിയാൽ ഓലിക്ക് 4 വീഡിയോ അത് കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതന്നെ സംഭവം. ഓലിതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതൊന്നും അല്ലെങ്കിൽ കാര്യം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രയാസങ്ങൾ. സാധാരണ ലോറിക്കാരൻ്റെ പ്രയാസം ഇത് തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ഒരു പിന്നെ പൂനെയിൽ ഒരു പാവം ഒരു ഡ്രൈവർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറഞ്ഞതിലെ വീഡിയോ ഇട്ട് തരാൻ വേണ്ടിയാണ് പറഞ്ഞിട്ട്. പുള്ളി മുമ്പ് ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്, ഞാൻ അതിൽ ഡൗൺലോഡ് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഇതാണ് അവസ്ഥ എല്ലാവരുടെയും. സാധാരണക്കാരനായി അധ്വാനിച്ചാൽ കിട്ടും, അധ്വാനിച്ചിട്ടിലേക്ക് കിട്ടൂല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്, മനസ്സിലായോ? പിന്നെ നായ്ക്ക് ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ ലോറിക്കാരുടെ പ്രശ്നം സംസാരിക്കാൻ ഒരു സംഘടനകൾ മുന്നിട്ട് വരുന്നില്ല. എത്ര ആൾ ലോറിക്കാരുടെ സംഘടന തന്നെ
ബ്രോക്കർ ഓഫീസ് നടത്തുന്നുണ്ട്. എന്നിട്ട് ലോറിക്കാരെ പരമാവധി പിയ്യാൻ നോക്കുക. ബ്രോക്കർമാർക്ക് ഒരു 2000 ഉറുപ്പ്യ കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറകെ ഇറക്ക് കൂലി ഒരു 2000, കയറ്റ് കൂലി ഒരു 1500. അപ്പോൾ ഇത്രയും 2500 ആയി. അപ്പോൾ ഇതൊക്കെ ഈ 2500 നമുക്ക് ബാലൻസ് കിട്ടേണ്ട പൈസയാണ്. ഇതൊക്കെ ഇല്ലാതെയായി പോവുകയാണ്. ഈ മേഖല അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കും നെരിക്കും അല്ലാതെ ഞാൻ പറയും, വീണ്ടും വീണ്ടും പറയും, പൂരപ്പറമ്പിൽ സാരി അയച്ച മാതിരിയാണ് ഇതിൻ്റെ അവസ്ഥ. മനസ്സിലായി? അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. വേറെ ഒന്നും ഇതിനെക്കുറിച്ചാണ് കൂടുതൽ പറയാനില്ല. ഇതാണ് അവസ്ഥ. സാധാരണക്കാരെ ഇതാണ്. ഇപ്പോൾ ലോറി അടിപൊളിയായിട്ട് കെട്ടി നല്ല ഉഷാറാക്കി. ഇനി നമുക്ക് ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ബില്ലൊക്കെ നേരത്തെ കാലത്ത് തന്നിട്ടുണ്ട്. ഇയാൾക്ക് 200 ഉറുപ്പ്യം കൊടുത്ത് പോകണം. ഓക്കെ, ബൈ ബൈ.